ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക്. ഞാൻ രാഹുൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഗൈസ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ടൈം ഫോളോവേഴ്സ് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് ഫേവറാക്കാൻ മച്ചാന്മാർ. ഇതുപോലത്തെ ഫോളോവേഴ്സ് കൂട്ടുന്ന അടിപൊളി വർക്കിംഗ് ട്രിക്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ മല്ലു ടിപ്സ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബും ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഫോളോവേഴ്സ് കൂട്ടുന്ന വീഡിയോസ് ഇടുമ്പോഴും സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കാണുന്നവർക്ക് ഫോളോവേഴ്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ ആദ്യം കൂട്ടാൻ ഗെയ്സ് ഒക്കെ അത് ഓഫേഴ്സ് എല്ലാം തീരുന്നതിന് മുമ്പായി തരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ സമയം കളയാതെ ഈ ഒരു ട്രിക്ക് ചെയ്ത് ഫോളോവേഴ്സ് കൂട്ടി ലൈവ് പ്രൂഫ് നോക്കാൻ ഗെയ്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫോളോവേഴ്സ് കൂട്ടി പ്രൂഫ് കാണിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് വീഡിയോയ്ക്ക് കമന്റ് സെക്ഷനിലെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്ത് വെബ്സൈറ്റിൽ കയറി വരിക ഗെയ്സ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് കയറി വന്ന ശേഷം ഇവിടെ കാണുന്ന ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ ഗെയ്സ്, ഇവിടെ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ആ ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ പേജ് വരും ഗെയ്സ്. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഇവിടെ കാണിച്ചാൽ ഗെയ്സ് ടോപ്പ് റൈറ്റിൽ ഇവിടെ കാണാൻ ക്രോം ബ്രൗസറിന്റെ ടോപ്പ് റൈറ്റിൽ ആ 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്തോട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് മാറും ഗെയ്സ്. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസർ നെയിമും ചോദിക്കുന്നുണ്ട്, പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഏത് വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ കയറി പോകുമ്പോൾ യൂസർ നെയിമും പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും റിയൽ അക്കൗണ്ട്, അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും എൻ്റർ ചെയ്ത് കൊടുക്കരുത് ഗെയ്സ്. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഫേക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് സേഫ് ആയിട്ട് യൂസർ നെയിം മാത്രം കൊടുത്ത് ഫോളോവേഴ്സ് അയച്ചു കൊടുക്കുന്നു. ആ ഒരു സ്കീമാണ് ഗെയ്സ് നടക്കുന്നത്. ഓക്കെ, ഞാൻ ഇതുവരെ ഏത് വീഡിയോയിലും റിയൽ അക്കൗണ്ട് എന്ന് വെച്ച് ലോഗിൻ ചെയ്യുന്ന പറഞ്ഞിട്ടേ വെച്ചാൽ മതി, ഇനി പറയൂല. അപ്പോൾ ആരും തന്നെ റിയൽ അക്കൗണ്ട് എന്ന് വെച്ച് ലോഗിൻ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അൺലിമിറ്റഡ് ഫേക്ക് അക്കൗണ്ട് മേക്ക് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ട ശേഷം എങ്ങനെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫേക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും ഈ 2 സ്പേസിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഗെയ്സ്. അപ്പോൾ എൻ്റെ മല്ലു ഡോട്ട് ഓക്കെ ഇവിടെ കാണാം 6655 എന്നാണ് ഗെയ്സ്. അപ്പോൾ ആ ഒരു യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ഗെയ്സ്. അതുപോലെ തന്നെ താഴെ കാണാൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ആ പാസ്വേഡ് എന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിന്റെ തന്നെ പാസ്വേഡ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഗെയ്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം കാണിച്ചു തരാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആ ഒരു ഫേക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ഗെയ്സ്. നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ കൊടുത്ത ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷന്റെ മേലിൽ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ കൂടെ കൊടുത്ത ശേഷം ഇവിടെ കാണാൻ കുറച്ചൊന്നും ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗെയ്സ്. നമ്മുടെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറും ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയി തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ ഇൻസ്റ്റൻ്റ് ആയി ലോഗിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഇനി ലൈക്സ്, ഫോളോവേഴ്സ്, കമൻറ്റ്, വീഡിയോ വ്യൂസ്, സ്റ്റോറി വ്യൂസ്, എൻ്റെ സേവ് ഉണ്ട്, റീൽസ് ഉണ്ട്, ഒരുപാട് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി ഒരു വെബ്സൈറ്റാണ് ഗൈസ്. ഇതെല്ലാം വർക്കിംഗുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫോളോവേഴ്സാണ് മെയിനായിട്ട് അയച്ച് പ്രൂഫ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സാണ് കൂട്ടേണ്ടതെങ്കിൽ ഇവിടെ കാണാൻ മനുഷ്യന്മാരെ 250 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഫോളോവേഴ്സിൻ്റെ ഐക്കണും 250 അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് ലോഡായിട്ട് ഇതുപോലെ പേജ് വരും. ഈ ഒരു പേജിൽ വന്നിട്ട് പേജ് മെല്ലെ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാരെ യൂസർ നെയിം ചോദിക്കുന്നുണ്ടല്ലോ ഈ ഒരു സ്പേസിലായിട്ട്. ഇവിടെയായിട്ട് നിങ്ങളുടെ ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് കൂട്ടേണ്ടത് ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്തു ശേഷം നിങ്ങളുടെ കൊടുത്ത ശേഷം താഴെ കാണുന്ന ഫൈൻഡ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് യൂസർ കൊടുത്ത ശേഷം അടുത്തൊരു പേജിൽ കൂടെ വരും ഗെയ്സ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ ഗെയ്സ്, അങ്ങനെ ഈ ഒരു പേജിൽ വന്ന ശേഷം പേജ് ഒന്ന് മെല്ലെ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ട് കൂടി വരുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാർ ഇവിടെയായിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വരും. എന്നിട്ട് അതിൻ്റെ താഴെ കാണാം നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെറും 15 എന്ന് പറഞ്ഞിട്ട് ഡീഫോൾട്ടായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് 250 ക്രെഡിറ്റ്സ് ഉണ്ട് ഗെയ്സ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 15ൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത ശേഷം 15 ക്ലിയർ ചെയ്ത് കൊടുക്കുക ഗെയ്സ്. ഓക്കെ, 15 ക്ലിയർ ചെയ്തിട്ട് അവിടെ 250 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, 250 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഫോളോവേഴ്സ് കയറി വരുന്ന ലൈവ് ആയിട്ട് തന്നെ പ്രൂഫ് നോക്കാം ഗെയ്സ്. ഓക്കെ, ഇവിടെ കാണാം 250 എന്ന് കൊടുത്ത ശേഷം സ്റ്റാർട്ട് എന്ന് കൂടി കൊടുത്താൽ മതി ഗെയ്സ്. ഓക്കെ, സ്റ്റാർട്ട് കൂടി കൊടുത്ത ശേഷം ഇവിടെ സെൻഡിങ് ആവുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു റിമെയിൻ ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഗെയ്സ്. ഓക്കെ, ഇത് കുറഞ്ഞു 0 സെക്കൻഡ്സ് ആവും. 0 ആയ ശേഷം നമ്മുടെ ഫുൾ ഫോളോവേഴ്സിൻ്റെ ഓർഡറും ഇവിടെ കംപ്ലീറ്റഡ് ആവും ഗെയ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോവേഴ്സിൻ്റെ സ്റ്റാർട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഓക്കെ, ശേഷം ലൈവായിട്ട് പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിമെയിൻ ടൈം 0 ആയിട്ടുണ്ട്. സബ്മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. 250 ക്രെഡിറ്റിനുള്ള ഫോളോവേഴ്സും അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്.